ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 10 ബയോളജി ചാപ്റ്റർ 2 വിൻഡോസ് ഓഫ് നോളജിലെ ടോപ്പിക് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദി ഐ. ഇതിൽ രണ്ട് ഐയുടെ പിക്ചർ കാണിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഒരു ഐ ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ഡിം ലൈറ്റും അടുത്തത് ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റും. അതായത് പ്യൂപ്പിളിൻ്റെ വ്യത്യാസം ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും പ്യൂപ്പിളിൻ്റെ വ്യത്യാസത്തെ കാണിക്കുന്നതാണ് ഈ രണ്ട് പിക്ചേഴ്സ്. നമുക്ക് അടുത്ത അടിയിൽ വായിക്കാം. The size of the pupil is regulated by the action of circular muscles and radial muscles. അതായത് ഇങ്ങനെ ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസുമാണ്. വെൻ ദി റേഡിയൽ മസിൽസ് കൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ് ദി സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ഇൻക്രീസസ്. വെൻ ദി റേഡിയൽ മസിൽസ് കൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്, അതായത് ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. അതായത് റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത് പുറത്തേക്കാണ് കൺട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ കൺട്രാക്ട് ചെയ്യുന്ന വയ്ക്കുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് ചുരുങ്ങി വരാമെന്നാണ് വിചാരിക്കുക. പക്ഷേ ഈ റേഡിയൽ മസിൽസിൻ്റെ കാര്യത്തിൽ പുറത്തേക്ക് അവർ കൺട്രാക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ കൺട്രാക്ട് ചെയ്ത് പോകുന്നതനുസരിച്ച് പ്യൂപ്പിളിൻ്റെ സ്ഥലത്തുള്ള ആ മസിൽസ് നീങ്ങി പുറത്തേക്ക് ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ റേഡിയൽ മസിലിൻ്റെ അങ്ങോട്ട് നീങ്ങി പോകുന്നതുകൊണ്ട് പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആകുന്നു. അടുത്തത് when the circular muscles contract in intense light, the size of the pupil decreases. ഇതിൽ സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത് ഉള്ളിലേക്കാണ്, അതുകൊണ്ട് പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരുന്നു. Thus the amount of light falling on the lens is regulated according to the intensity of light. അപ്പോൾ ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശ തീവ്രത അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. അടുത്ത ടോപ്പിക് ഫോർമേഷൻ ഓഫ് ഇമേജ് ആണ്. ദി കർവേച്ചർ ഓഫ് കോർണിയ ആൻഡ് ദി ലെൻസ് ഹെൽപ്പ് ലൈറ്റ് റേസ് വിച്ച് റിഫ്ലക്ട് ഫ്രം ആൻ ഒബ്ജെക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ റെറ്റിന. വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ലെൻസ് ഓഫ് ദി ഐ? ആ ഉത്തരങ്ങൾ ഇൻവെർട്ടഡ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും, റിയലുമായിരിക്കും. അടുത്ത ഭാഗം വായിക്കാം. വി ക്യാൻ സീ നിയർ ബൈ ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജെക്ട്സ് ക്ലിയർലി. This is because the focal length of the lens can be adjusted according to the distance of the object. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. വി ക്യാൻ സി നിയർ ബൈ ഒബ്ജെക്ട്സ് ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജെക്ട്സ് ക്ലിയർലി. വൈ? എന്തുകൊണ്ടാണ് നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നത്? ദിസ് ഈസ് ബിക്കോസ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജെക്റ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഐയുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കുന്നു. ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിലുള്ള ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജെക്റ്റ്, സിലിയറി മസിൽസ് കൺട്രാക്ട്, ലിഗമെൻറ്റ്സ് റിലാക്സസ്, കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇൻക്രീസസ്, ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. അപ്പോൾ വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും വൈൽ വ്യൂയിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സുഖമായി പഠിക്കാൻ പറ്റും. വൈൽ വ്യൂയിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്, സിലിയറി മസിൽസ് റിലാക്സസ്, ligament stretch, curvature of lens decreases, focal length increases. The ability of the eye to adjust focal length of the lens by changing its curvature in accordance to the distance of the object from the eye and from the image on retina is called power of accommodation of eye. അതായത് ഐയും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ലെൻസിൻ്റെ കർവേച്ചർ അനുസരിച്ച്, ലെൻസിൻ്റെ വളവും ചെരിവനുസരിച്ച് നിയന്ത്രിക്കുന്നു. അതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ റെറ്റിന. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദി ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദി റെറ്റിന. റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പേഴ്സ് ദാൻ കോൺ സെൽസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റർ ഇരിക്കുന്നത്. രണ്ട് ടൈപ്പ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് റോഡ് സെൽസും മറ്റേത് കോൺ സെൽസും. റോഡ് സെൽസ് കോൺ സെല്ലിനേക്കാളും നമ്പറിൽ കൂടുതലാണ്. റോഡ് സെൽസ് കണ്ടെയ്ൻ ദി വിഷ്വൽ പിഗ്മെന്റ് കോൾഡ് റോഡോസ്ക്രീൻ. ഇതാണ് റോഡ് സെൽ. റോഡ് സെല്ലിനും കോൺ സെല്ലിനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. അതായത് റോഡ് സെൽ എന്ന് പറയുമ്പോൾ പരന്നതേ പലക പോലെ ഇരിക്കുന്ന ഇതാണ് റോഡ് സെൽ. കോൺ സെൽ എന്ന് പറയുമ്പോൾ കോൺ ഷേപ്പിലിരിക്കുന്നത്, ഇതിൻ്റെ തുമ്പ് കോൺ പോലെ ഇരിക്കുന്നു, അപ്പോൾ അത് കോൺ സെൽ.
ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാൻ കഴിയും. റോഡ് സെൽസ് കണ്ടെയ്ൻ വിഷ്വൽ പിഗ്മെൻറ്റ്സ് കോൾഡ് റോഡോസ്പിൻ. അതായത് റോഡ് സെല്ലിന് വിഷ്വൽ പിഗ്മെൻ്റായ റോഡോസ്പിൻ എന്ന പിഗ്മെൻ്റാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ദിസ് പിഗ്മെൻറ്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ നെയ്മഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. ഈ പിഗ്മെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത് പ്രോട്ടീനിലും പ്രോട്ടീൻ നെയ്മഡ് ഓപ്സിൻ എന്ന പേരുള്ള ഒരു പ്രോട്ടീനിലും റെറ്റിനൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് എ വൈറ്റമിൻ എ യുടെ മറ്റൊരു രൂപമായ റെറ്റിനലിൽ നിന്നുമാണ് അത് ഫോം ചെയ്യുന്നത്. സിൻസ് ദേ ആർ ആക്റ്റീവ്ഡ് ഈവൻ ഇൻ ഡിം ലൈറ്റ് വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ ഈ റോഡ് സെൽസ് ഡിം ലൈറ്റിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഡിം ലൈറ്റിലുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ദിസ് സെൽസ് കാനോട്ട് ഡിറ്റക്ട് കളർ. ഈ സെൽസിന് കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക്. കോൺ സെൽസ് കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് കോൾഡ് ഫോട്ടോസ്ഫിൻ. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഐഡോസ്ഫിൻ. അതായത് കോൺസെൽ, റോഡ് സെൽ. അതിൽ റോഡ് സെല്ലിൻ്റെ നമ്മൾ പഠിച്ചു. റോഡ് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റ് റോഡോസ്പിനും കോൺസെല്ലിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റ് ഫോട്ടോസ്പിനും. ആ ഫോട്ടോസ്പിനെ മറ്റൊരു പേരും പറയും ഐഡോസ്പിൻ. ദിസ് പിഗ്മെൻറ്റ് ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. ഇതും മറ്റേ റോഡോസ്പിൻ പോലെ ഓപ്സിൽ നിന്നും റെറ്റിനിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. There are 3 types of corn cells in our eyes which help us to detect 3 primary colors of light: red, green and blue. നമ്മുടെ കണ്ണിൽ 3 തരത്തിലുള്ള കോൺ സെൽസ് ഉണ്ട്. അത് 3 തരത്തിലുള്ള കോൺ സെൽസ് ഉണ്ട്. അത് നമുക്ക് 3 തരത്തിലുള്ള പ്രൈമറി കളേഴ്സായ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂവിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ അമിനോ ആസിഡ്സ് ഇൻ ഓപ്സിൻ മോളിക്യൂൾ. ഈ വ്യത്യസ്തത വരാൻ കാരണം ഓപ്സിൻ മോളിക്യൂളിലെ അമിനോ ആസിഡ്സിൻ്റെ ഡിഫറൻസ് ആണ് ഇതിനുള്ള കാരണം. സോ കോൺസെൽസ് പ്രൊവൈഡ് അസ് വിത്ത് കളർ വിഷൻ. കോൺസെൽസ് നമുക്ക് കളറായിട്ടുള്ള വിഷൻസ് പ്രദാനം ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീണ്ടും കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും അത് ഷെയർ ചെയ്യുക. താങ്ക് യു.